കോഴ്സ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചൊരു ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. അപ്പൊ മക്കൾ നന്നായിട്ട് അടിച്ച് പൊളിച്ച് എഴുതാനുള്ളതാണ് ഹിന്ദിയുടെ എക്സാം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണ് മിസ്സേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിസ് പറയുന്നത് പോസ്റ്റർ ആണ്. അപ്പൊ ഇത്രയും കാലം മക്കൾ എന്താണ് പോസ്റ്റർ ഒന്നും അധികം പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ടല്ലേ പോസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. 2 തരം പോസ്റ്റർ ആണ്, 2 ടൈപ്പ് പോസ്റ്റർ ആണ് മക്കൾക്ക് വരിക. ഒന്ന് ജലത്തിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുള്ളതും പിന്നെ ഒന്ന് നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് 2 പോസ്റ്ററുകളാണ് വരുന്നത്. അപ്പൊ അത് 2 മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നോക്കിക്കേ, അപ്പൊ വലുതായിട്ടൊന്നും പഠിക്കണ്ട, ഒറ്റ ഒരു സെന്റൻസ് ഒക്കെ പഠിച്ചാൽ മതി, ഒറ്റ വാക്യം പഠിക്കുക, നന്നായിട്ട് ബോക്സ് ഒക്കെ വരയ്ക്കാം, ചിത്രമൊക്കെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ചിത്രമൊക്കെ വരച്ച് വെക്കുക. അത്രയേ ഉള്ളൂ പണി പോസ്റ്റർ എന്ന് വെച്ചാൽ കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും മക്കൾക്ക് മിക്കവാറും ക്വസ്റ്റ്യൻ വരും. നോക്കിക്കേ, ജൽ ജീവൻ കാ ആധാർ ഹേ യേ സന്ദേശ് ദേത്തെ ഹുവേ ഏക് പോസ്റ്റർ തയ്യാർ കീജിയേ. നോക്കിക്കേ, ജല ജീവൻ കാ ആധാർ ഹേ. മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്തുണ്ടാവും, ചിലപ്പോൾ നമുക്ക് വേർഡ് തന്നിട്ടുണ്ടാവും. ആ വാക്ക്, ആ വാക്യം, ആ സെന്റൻസ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി മക്കൾ, ഒരു ബോക്സ് ഒക്കെ വരച്ച് എഴുതിയാൽ മതി. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് പോയിന്റ്സ് അറിയെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പോസ്റ്റർ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ജൽ ജീവൻ കാ ആധാർ ഹേ എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. ജലം എന്ന് പറയുന്നത് ജീവന്റെ അല്ലെങ്കിൽ എന്താണ്, ലൈഫിന്റെ ആധാരമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ജീവന്റെ ആധാരമാണ്. ജൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വെള്ളമാണ് അല്ലെ, വെള്ളം ജീവന്റെ ആധാരമാണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു സന്ദേശം തരുന്ന പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞത്. നോക്കിക്കേ മക്കൾ, നോക്കിക്കേ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഇതേ സാധനം, ഈ സെന്റൻസ് ഇതേപോലെ അങ്ങ് എടുത്ത് എഴുതി. എന്നിട്ട് വേണമെങ്കിൽ മക്കൾക്ക് എന്ത് എഴുതാന്നറിയോ, ഏതെങ്കിലും ഒരു ക്ലബ് ആയിരിക്കില്ലേ ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കുക, ആ ക്ലബിന്റെ പേര് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എഴുതി വെക്കാം. ഇവിടെ ഹിന്ദി ക്ലബ് എന്നാണ് എഴുതിയിട്ടുള്ളത്, എന്താണ് ഹിന്ദി ക്ലബ്, അത് വേണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഇനിയിപ്പം വേറൊരു സെന്റൻസും കൂടി പറഞ്ഞു തരും മിസ്സേ. നോക്കിക്കേ, പാനി അമൂല്യഹേ. നോക്കിക്കേ, പാനി അമൂല്യഹേ. ഇത് പഠിച്ചുകൂടെ മക്കൾക്ക്, പാനി അമൂല്യഹേ. നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുള്ളത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ മക്കൾക്ക് പഠിച്ചു വെക്കാം. പാനി അമൂല്യഹേ എന്ന് പറയുന്ന സെന്റൻസും കൂടി എന്ത് ചെയ്യാം, ഇതിന്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി പോസ്റ്റർ നമുക്ക് എന്താണ്, മരത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. അതായത് മരം വെച്ച് പിടിപ്പിക്കൂ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണ് ചോദിച്ചത് വെച്ചാൽ നോക്കിക്കേ, ഇതാണ് എഴുതാൻ പറ്റുന്ന ഒരു സാധനം. നോക്കി, ഉചിത് സന്ദേശ് ജോഡെ പോസ്റ്റർ കി പൂർത്തിക്കാരെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റർ പറയാം. നോക്കി, മരത്തിന്റെ ആണ് ഉള്ളത് എങ്കിൽ മരത്തിന്റെ പിക്ചറൊക്കെ വരച്ചു കൊടുക്കാൻ പറ്റുന്നവർ മരത്തിന്റെ പിക്ചർ വരച്ചു കൊടുക്കുക. എന്നിട്ട് എഴുതേണ്ട കാര്യമാണ്. നോക്കിക്കേ, പേട് ലഗായെ എന്ന് വെച്ചാൽ ആ മരം വെച്ച് പിടിപ്പിക്കൂ, അല്ലെങ്കിൽ മരം വെച്ച് പിടിപ്പിക്കൂ എന്നുള്ളതാണ് അല്ലെ, വെച്ച് പിടിപ്പിക്കൂ. എന്നിട്ട് എന്താ പറഞ്ഞത്, ഹരിയാലി ഫൈലായെ. ഹരിയാലി എന്ന് വെച്ചാൽ പച്ചപ്പ് അല്ലെ, പച്ചപ്പ്. ഫൈലായെ എന്താണ്, വ്യാപിപ്പിക്കൂ എന്നുള്ള അർത്ഥമാണ് അല്ലെ, വ്യാപിപ്പിക്കൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, പേട് ലഗായെ ഹരിയാലി ഫൈലായെ. ഈ ഒരു കാര്യം എന്തായാലും എന്റെ മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ, എഴുതി പഠിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, എഴുതി പഠിക്കുക തന്നെ ചെയ്യണം അല്ലെ. അപ്പം നാളത്തെ എക്സാമിന് നന്നായിട്ട് ഇത് പഠിച്ചോളാം. ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.